തങ്കമണിക്ക് വിഷു കൈനീട്ടമായി സ്വപ്നഭവനം സമ്മാനിച്ച് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വാർഡിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. പഞ്ചായത്തിലെ 17ാം വാർഡിൽ ഉൾപ്പെടുന്ന ചൂണ്ടൽക്കുന്നിലുള്ള കാണത്തേടത്ത് തങ്കമണിയുടെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി വാർഡിൽ 11 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ നിർമ്മാണം പൂർത്തിയായ ആദ്യ വീടാണ് തങ്കമണിയുടേത്. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരം 2017 നമ്മൾ ആദ്യഘട്ടവും അത് കഴിഞ്ഞ് 2020 രണ്ടാമത്തെ ഘട്ടവും കൂടിയായിട്ട് 4,32,000 വീടുകൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയായി നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സ്വപ്നമാണ് ഒരു തല ചായ്ക്കാൻ ഒരു ഇടം എന്നുള്ളത്. പാവപ്പെട്ട ജനങ്ങളുടെ ആ സ്വപ്നം ഇന്ന് ഓരോരുത്തരുടെയും സ്വപ്നം വിജയിക്കുകയാണ്. പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എം പീതാംബരൻ, വാർഡ് വികസന സമിതി കൺവീനർ കെ എ രമേശ്, ഗ്രാമപഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം കെ ആന്റണി എന്നിവർ സംസാരിച്ചു. താക്കോൽദാനത്തെ തുടർന്ന് ഗൃഹപ്രവേശനം നടത്തി. പുതിയ വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങുമുണ്ടായിരുന്നു. തങ്കമണിയും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി എന്നിവർ ചേർന്ന് അടുപ്പിൽ തീ പകർന്നാണ് പാലുകാച്ചൽ നടത്തിയത്. ഭർത്താവ് മരിച്ച തങ്കമണിയും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബം കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഈ വർഷത്തെ വിഷു ആഘോഷിക്കാനൊരുങ്ങുന്നത്.